ഞങ്ങളുടെ പാലക്കാട് കൊല്ലങ്കോട് യാത്രയിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായിരുന്നു താമരപ്പാടം. പക്ഷേ ഇത് താമരയുള്ള പാടമല്ല, അതിലും മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പാടം. ഒരു ടൂറിസ്റ്റ് പ്ലേസായി തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കാർ പാർക്കിങ്ങും കഴിക്കാനോ കുടിക്കാനോ ഉള്ള സ്നാക്സും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഉള്ളിലേക്ക് കിടക്കുന്നതിന് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുമുണ്ട്. സാധാരണ വരമ്പിനേക്കാൾ വീതിയിൽ തന്നെയാണ് ഇവിടെ വഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ നടപ്പാതയുടെ ഇരുവശത്തുമായിട്ട് ഒരുപാട് പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഹ്രസ്വകാല ചെടികളാണ് നട്ടുപിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1-2 മാസത്തിനുള്ളിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ചെണ്ടുമല്ലികളാണ് നട്ടിരിക്കുന്നത്. വയലിൽ സാധാരണ നിലയ്ക്ക് കാണുന്ന ഞാറുകളുടെ ഒപ്പം ബസുമതി കൂടി നട്ടിട്ടുണ്ട്. പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പോയതുകൊണ്ട് തന്നെ സീസൺ അല്ല ഇപ്പോൾ. ഈ ഞാറ് മുഴുവനും വലുതായി വരുമ്പോഴാണ് ഇതിന് യഥാർത്ഥ ഭംഗി കാണാൻ സാധിക്കുക. അതിരാവിലെയോ ഈവനിങ്ങോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 10-11 മണിയായിട്ടുള്ളൂ, എങ്കിലും നല്ല വെയിലായിരുന്നു. ഈ സ്ഥലം കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ അവരിവിടെ പലതും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറേ കൂടി പോപ്പുലർ ആകാനും കുറേ കൂടി ഭംഗിയുള്ള സ്ഥലമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താമരപ്പാടത്തിനരികത്തുള്ള പെട്ടിക്കടയിലെ ചേട്ടനോട് ചോദിച്ചിട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യുന്നത്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം. നേരത്തെ ദൂരെ നിന്ന് കണ്ട മലയുടെ വളരെ അടുത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടുത്തെ പ്രകൃതിയുടെ സ്വഭാവം കാണുമ്പോഴാണ് കുറച്ചുകൂടി നേരത്തെ വരായിരുന്നു, ഇപ്പോഴേ ഇത്ര തണുവായിരുന്നെങ്കിൽ രാവിലെ കുറച്ചുകൂടി ക്ലൈമറ്റ് കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയത്. ഇങ്ങോട്ടൊക്കെ വരാൻ ശ്രമിക്കുന്നവർ പരമാവധി രാവിലെ നേരത്തെ എത്താവുന്ന രീതിയിൽ വരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഒരു 1 ഡേ ട്രിപ്പിന് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണിത്. അവിടെ ഇവിടെയായി നല്ല നാടൻ തട്ടുകടകളും കള്ളിഷാപ്പുകളും പെട്ടിക്കടകളും അതൊക്കെയാണ് നമുക്കിവിടെ ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ ആയിട്ട് ആശ്രയിക്കേണ്ടി വരിക. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസും വളരെ മനോഹരമായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു എൻട്രൻസ് ഫീസ് വരുന്നുണ്ട്. ചെറിയ തുകകളാണ്, 30-50 എന്നൊക്കെയുള്ള ചെറിയ ചെറിയ എമൗണ്ട്സ് ആണ് ഇവിടെ വരുന്നുള്ളൂ. നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ കണ്ടുപോകുന്നവർക്ക് ഇതത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല. പിന്നെ മഴക്കാലമായിരിക്കും ഇത്തരം സ്പോട്ടുകളൊക്കെ കൂടുതൽ ഭംഗിയുള്ളതായിട്ട് കാണാൻ സാധിക്കുക. ഭംഗി കൂടുന്തോറും അപകട സാധ്യതയും കൂടുമല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. വെള്ളത്തിലേക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും അത്ര സേഫായിട്ടുള്ള ഒരു സ്ഥലം അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ഇടമൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. നമുക്ക് കുറച്ച് സ്ഥലം മാത്രമാണ് അലൗഡ് ചെയ്ത് തന്നിട്ടുള്ളൂ. വേനലായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് താനും. അതുപോലെ വെള്ളം നമുക്ക് നേരിട്ട് കാണാനൊന്നും സാധിക്കില്ല, അത്രയും വെള്ളം കുറവാണ്. പിന്നെ അങ്ങോട്ട് പോകുന്നത് കുറേ ഡേഞ്ചറുമാണ്. പിന്നെ പാലക്കാടിൻ്റെയും ഡിസംബറിൻ്റെയും തണുപ്പ് അവിടെയൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. ഞങ്ങളും കുറച്ച് നേരം അവിടെ എങ്ങനെ ഇരുന്നു, വളരെ ശാന്തമായി.